ഇത് ബീറ്റ് സിംഗ് അല്ലല്ലോ. എടാ ബീറ്റ് കുറച്ചുകൂടെ കേരള. ഇതാണോ ഫൈനലോട്ട്? ഇതാണോ ഉണ്ടാക്കിയതാ? ഇങ്ങനെയാണോ ഉണ്ടാക്കി വെക്കുന്നത്? ഇല്ലാണ്ടാക്കല്ലേ, ഞാൻ രാത്രി മൊത്തം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഞാൻ ഈ മുടിയോട് പറഞ്ഞതാ. എടാ അവൻ കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതിന് മുകളിൽ നീ എന്തിനാ ഉണ്ടാക്കുന്നത്? അച്ചായ ഇന്നാ മുണുങ്ങ്. ഇതെന്താടാ നമ്മുടെ റാപ്പ് ഹിറ്റായ ചിലവാണോ? ആ ട്രീറ്റ് വേറെ, ഇതിത്തിരി സ്പെഷ്യലാണ്. കാര്യം പറഞ്ഞാ നമ്മുടെ മറിയല്ലേ, ഓള് എന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവനോളെ ഇഷ്ടമായിരുന്നു ഇവൻ പറയുന്നു. പറയുന്നല്ല, ഇഷ്ടമായിരുന്നു. എന്റെ ഇഷ്ടം സത്യമായിട്ടല്ലേ പഠിച്ചോളെ വീണ്ടും എന്റെ മുമ്പിൽ കൊണ്ട് തന്നത്. മൊത്തത്തിലൊരു മറിമായാണല്ലോ. അപ്പൊ അച്ഛനും മക്കളൊക്കെ തൽക്കാലം ഇവിടെ അടിച്ചോണ്ടിരിക്കും. ആഫ്റ്റർ എ ലോങ് ടൈം അയ്യോ ഇത് ഞങ്ങളുടെ പ്രണയത്തിന്റെ ആദ്യത്തെ ഓർമ്മയാ. ഓക്കെ സ്ഥലത്താവാതിരിക്കട്ടെ. ഇയാൾ ഇവിടുത്തെ ഒന്നുമില്ല ഓക്കെ ബൈ. ഹായ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആയിരുന്നു. ഓക്കെ ആസി എന്താ കാണാൻ വന്നേ? ഈ വൈബ് അത്ര ശരിയാവില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാലോ? എവിടെ? അല്ല താൻ കേറ്, വാ വാ. എടോ, താനൊന്ന് പള്ളിയിൽ വന്നത് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? അന്ന് പള്ളി കഴിഞ്ഞ് ഞങ്ങളുടെ ഫാമിലി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അതിനേക്കാൾ വലിയ സർപ്രൈസ്. ഫാമിലി മീറ്റിംഗ് എന്നും പറഞ്ഞ് എൻ്റെ കല്യാണം ഉറപ്പിക്കലായിരുന്നല്ലോ. എന്നോടാരൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞാനാകെ വല്ലാതായി പോയി. എന്റെ കല്യാണ പർച്ചേസ് പരിപാടി കഴിഞ്ഞാ? കാര്യമായിട്ടാടോ. പിന്നെ ഇത് സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. മുമ്പ് 1-2 പ്രാവശ്യം വീട്ടുകാർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൻ്റെ പഠിപ്പ് കഴിയട്ടേന്നാ അന്ന് അവർ പറഞ്ഞത്. ചെക്കൻ അമേരിക്കയിലാ. അപ്പച്ചൻ്റെ കൂടെ സെമിനാരിയിലുണ്ടായിരുന്ന ഫാദറിന്റെ മകനാ. അവര് ഫാമിലിയായിട്ട് അടുത്ത മാസം വരുന്നുണ്ട്. അപ്പൊ മനസ്യൂതിയും മിന്നുകെട്ടും ഒന്നിച്ചു നടത്താനാ അവരുടെ പരിപാടി. ആസിഫിനോടാട്ടോ ഞാനിത് ആദ്യമായിട്ട് പറയുന്നത്. ആസിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. തനിക്കറിയാം, എനിക്കും അറിയാം. പിന്നെ നാളെ നമ്മളെ മ്യൂസിക് വീഡിയോ ഇറങ്ങും. കണ്ടിട്ട് അഭിപ്രായം പറയും. പെട്ടെന്ന് കണ്ടിട്ട് സർപ്രൈസ് ആയി പോകണ്ടല്ലോ. ഇതെന്താ ഇതുവരെ പുതിയ ശീലം? കുടിക്കണോ ചായ? വേണ്ട. എന്തിനാ സങ്കടം മാറ്റാനാണോ? എല്ലാവരും സങ്കടം മാറ്റാനാ കൂടി തുടങ്ങുന്നത്. 3-4 വെക്ക് കഴിച്ച് കഴിയുമ്പോഴേ സങ്കടം അങ്ങ് മാറും. അവസാനം അടിച്ചതിനെ കേട്ട് പോകുമ്പോൾ പിന്നെ ആ സങ്കടം അവിടെ കിടക്കും. പിന്നെയും കുടിക്കും. അങ്ങനെ അടിച്ച് കുടിയാനാണ്ടോടത്തനല്ല നീ. നിനക്ക് സങ്കടം ഉണ്ട ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കും. അല്ലെങ്കിൽ നിന്റെ വീട്ടിലോട്ടില്ലേ, അവിടെ ചെന്ന് നിന്റെ ഉപ്പയും ഉമ്മയായിട്ടൊക്കെ കൂടി അവരുടെ സ്നേഹത്തിന് സന്തോഷത്തിന് കഴിയുമ്പോഴേ ഇതൊക്കെ അങ്ങ് മാറും. ഈ സങ്കടമൊക്കെ അങ്ങ് മറക്കും. ഇപ്പം തന്നെ അങ്ങ് പോകാൻ നോക്കേ. എടാ വച്ചേ ഇവരെ കൊണ്ട് ബസ്സാൻ്റെ ഇവിടെ പോയിട്ട് വാ, ഞാൻ വിളിച്ചോളാം. വാടാ അച്ചായ, നിങ്ങളെപ്പോലെ ഇത്ര അറിവ് ജീവിതാനുഭവം ഉള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ഞാൻ അവനോട് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. പിന്നെ മണി 11 കഴിഞ്ഞു. ലോകത്തുള്ള വാറ് മുഴുവൻ അടച്ചു കാണും. പോരാത്തിന് നാളെ 1-ാം തീയതി. ഇതിനകത്ത് ആപ്പാടെ ഉള്ളതാണെന്ന് 4 വെക്കും. ഇത് അവൻ അടിച്ചിട്ട് പോയാലേ നാളെ രാവിലെ എന്റെ പറയില്ല, മറ്റേ ഞാൻ എടുക്കും. എന്റെ അച്ചായ നീ ഇതുവരെ റെഡി ആയില്ലേ? എന്തിന്? അവളുടെ കല്യാണം? പോടാ, ഞാനൊന്നുമില്ല.
ഡാ 90% ആണുങ്ങൾക്കും കിട്ടുന്നൊരു ഭാഗ്യമാണ് പ്രേമിച്ച പെണ്ണിന്റെ കല്യാണം കൂടുക എന്നുള്ളത്. ആ കല്യാണവും കൂടി വയറ് നിറച്ച് ഫുഡും കഴിച്ച് ഓളുടെ കെട്ടിയവരുമായിട്ടൊരു സെൽഫി എടുത്ത് നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടി പട്ടിന്ന് മനസ്സിൽ പറഞ്ഞാല് നമുക്ക് പുറമേ ഷേക്കാൻ്റെ ഒക്കെ കൊടുത്ത് ആൾ ദോസ്റ്റ് പറഞ്ഞ ഒരാളെയാ. വാ. കറക്റ്റ്. അവള് മസ്റ്റായിട്ട് പറഞ്ഞു പറഞ്ഞല്ലേ, നീ വാ. ഈ എണീക്കണം. Come on. ഇതെന്തടാ മണവാളിന് ഒരുക്കുന്ന പോലെ? ആ മണവാളനാവേണ്ടതാ, ജസ്റ്റ് മിസ്സായി. എന്നാ ഈ ഷർട്ട് പോരാ. ബട്ടണൊക്കെ ഉണ്ടല്ലോ. ഇത് നല്ലല്ലേ? ഇത് മതി. ഓക്ക് തോന്നണം മിസ്സായത് നിനക്കല്ല, ഓക്കാണെന്ന്. പിന്നെ നിന്നെ മാത്രല്ല, നിന്റെ ഉമ്മയുടെ ബിരിയാണിയും നെയ്ച്ചോറും ചട്ടിപ്പത്തിരിയും ഒക്കെ. ചട്ടിപ്പത്തിരിന്റെ കാര്യത്തിൽ മിസ്സായ ഭാഗ്യ കേട്ടോ. കഴിഞ്ഞ ആഴ്ച പമ്പം പരാജയമായിരുന്നു. ഇനി ചട്ടിപ്പത്തിരിയും ചോദിച്ചോണ്ട് വാ, ചട്ടി കമത്തു എന്റെ തലയിൽ. ഇപ്പൊ ഒരു മൊഞ്ചനായിക്കണ്. ചെല്. വാ. റൂമിന്റെ കാര്യം ഓക്കെ അല്ലേ? എല്ലാ AC റൂം വേണം, 2 സ്യൂട്ട് റൂം ആയിക്കോട്ടെ. ചേട്ടാ മരിയ മറിയയുടെ ഫ്രണ്ട്സ് ആണോ? അതെ. മോളകത്തുണ്ട്. നീ ആ കുര്യച്ചനും ഫാമിലിക്ക് എവിടെ താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതാ തോമസിന്റെ ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാ അവർക്ക് ആ ലൊക്കേഷൻ മാപ്പ് ഒന്ന് അയച്ചു കൊടുത്തേക്ക്. അതിനെ അയച്ചു കൊടുത്തോളൂ. അങ്കിളെ, ഇവര് മറിയയുടെ ഫ്രണ്ട്സ് ആണ്, മറിയയുടെ അപ്പച്ചനാട്ടോ. മക്കൾ ഇരിക്കെ, നീ വേഗം ഒന്ന് അയച്ചു കൊടുത്തേക്ക്. അങ്കിള് പള്ളികാരിയായോണ്ടേ മദ്യപാന സെറ്റപ്പ് ഒക്കെ ഇച്ചിരി ഒതുക്കത്തില്ല. റെന്റിന്റെ മതി, അവൻ അടിക്കാറല്ല. അതെന്നാ പരിപാടിയാ? എന്നാ നമുക്കടിക്കാം. ആസ്ബി അല്ലേ? വീഡിയോ കണ്ടായിരുന്നു കേട്ടോ, പൊളിച്ചിട്ടുണ്ട്. താങ്ക് യു ബ്രോ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ആ, സാറിന് ആളെ മനസ്സിലായില്ലേ? ഇതാണ് ആസിഫ് കടലുണ്ടി. ഇവരുടെ റാപ്പ് ഭയങ്കര ഫേമസ് ആണ്. ആഹാ, എന്നാ പിന്നെ 2-3 പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ചിട്ട് നിങ്ങൾ പോയാ മതി. അല്ല പിന്നെ ബ്രോ, ആ ബുർക്ക ഡാൻസ് സൂപ്പർ ആയിരുന്നു കേട്ടാ. ആരത്? എടുത്തേ. 2 അടിച്ചങ്ങട് നമുക്കിന്ന് പാടി മെഴുകാനുള്ള. ഞാൻ ഇതൊന്നും മറിയൊക്കെ കൊടുത്തിട്ട് വരാം. ആ ആയിക്കോട്ടെ, കൊടുത്തു വന്നിട്ട് പാടിയാ മതി. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഫ്രണ്ട്സ് വന്നില്ലേ? അവര് താഴെയുണ്ട്. ഇതെനിക്കുള്ളതാണോ? ആ, ഇത് ഞാനല്ലേ? ആ, ഈ ശ്രീരാമൻ ഞാനാണ്. നമ്മൾ 5th വരെ സെയിന്റ് മേരീസിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ആ, പക്ഷേ എനിക്ക് തന്നെ ഓർമ്മയില്ലടോ. ഇതെന്താ ഒരു ആരോ ഒക്കെ? ഓ, അത് ഞാൻ ഇട്ടതാ. അല്ല, അന്ന് എനിക്ക് തന്നെ. നമ്മുടെ റാപ്പ് വൈറലായല്ലോ. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? ഒരു
പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ലേറ്റ് ആയല്ലേ? ആയി. എന്നാ ഓക്കെടോ, ഓൾ ദ ബെസ്റ്റ്. നാളെയാണ് താലിമംഗളം, നാളെയാണ് താലിമംഗളം, നാളെയാണ്. അടുത്തതായി മറിയയുടെ ഫ്രണ്ട്സ് അവതരിപ്പിക്കുന്ന റാപ്പ് സോങ് ആണ് നമ്മൾ കേൾക്കാൻ. പരിപാടി തുടങ്ങാനേ പോവാം.